ഇന്ന് ഈ അൾത്താരിൽ നിൽക്കുവാൻ എന്നെ സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനീഷ. ഞാൻ രാജകുമാരിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 29-നാണ്. ഞാൻ 2024 ഏപ്രിൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നു. 2 വർഷമായി എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തൈറോയിഡിൻ്റെ സർജറി വേണമെന്നും സർജറി ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് തൈറോയിഡ് കാർസിനോമ ആണെന്ന് പറയുകയും ചെയ്തു. ആ സമയം ഞാൻ വളരെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഞാൻ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് പോകാമെന്ന്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത്, ഉടമ്പടി എടുക്കുമെന്ന് ഓർത്തല്ല ഞാൻ വന്നത്, ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി, ഉടമ്പടി എടുക്കാൻ ആരോ പറഞ്ഞതായി തോന്നി. ഞാൻ വേഗം പോയി ടോക്കൺ എടുത്ത് ഉടമ്പടി എടുത്ത് ക്ലാസ് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കരമായ സന്തോഷമുണ്ടായി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെ വിഷമമായിരുന്നു. ക്ലാസ് കൂടി എൻ്റെ വിഷമമെല്ലാം പോയി. സന്തോഷത്തോടു കൂടി ഞാൻ തിരിച്ചു പോയി. 6 മാസം കഴിഞ്ഞ് എനിക്കൊരു സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കുന്നതിനായി ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി ജോസഫത്തിനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കൊണ്ടയിൽ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും പ്രായമായ ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നോട് നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു. എൻ്റെ നേരെ ഒരു ജപമാല തരുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നതാണെന്ന്. ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു എൻ്റെ സ്കാനിങ്ങിൽ എനിക്കൊരു കുഴപ്പവുമില്ല. മാതാവ് എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. രണ്ടാമതായി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് വന്നത്. എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി എൻ്റെ ഹസ്ബൻഡും പിള്ളേരും അമ്മയും ഒക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ താലിമാല വീട്ടിൽ വച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ മാല അവരെടുത്തു കൊണ്ടുപോന്നു. ഹസ്ബൻഡിൻ്റെ കഴുത്തിലാണ് ആ മാല ഇട്ടിരുന്നത്. അവർ വീട്ടിൽ വന്ന് എനിക്ക് തരാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് മാല കഴുത്തിലില്ല എന്നുള്ളത്. ഞാൻ കൃപാസനത്തിൽ വരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അത്. ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ താലിമാല നീ നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ 3-ാമത്തെ ദിവസമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. വീട് എൻ്റെ റോഡ് സൈഡാണ്. നല്ല മഴയുള്ള സമയമാണ്. റോഡ് സൈഡിൽ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതാണ്. അങ്ങനെ ഞാൻ 3-ാമത്തെ ദിവസം തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ 2 പവനുള്ള താലിമാലയാണ്. അമ്മേ, എൻ്റെ താലിമാല കളയരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ മുറ്റത്തിറങ്ങി ഞാൻ ചെന്നതും കാണുന്നത് യാതൊരു കേടുപാടുമില്ലാതെ എൻ്റെ മാല മുറ്റത്ത് കിടന്ന് എൻ്റെ താലിമാല നഷ്ടപ്പെടുത്താതെ എനിക്ക് തിരിച്ചു നൽകി അമ്മ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കുകയും എന്നോട് സങ്കടം പറയുന്നവരോടൊക്കെ ഞാൻ കൃപാസ അമ്മ മാതാവിനെ പറ്റി പറയുകയും അവിടെ പോകണമെന്നും സങ്കടമെല്ലാം മാറുമെന്നും ഒക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞ 2 പേര് വന്ന് ഇവിടെ വന്ന് ഒട്ടും വിശ്വാസമില്ലായിരുന്നിട്ടും അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിനെക്കുറിച്ച് അറിയുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ എല്ലാം അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും ഉടമ്പടി സാക്ഷ്യം കേൾക്കുകയും ഡെയിലി ബ്രെഡ് കേൾക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തുള്ള അനാഥാലയത്തിൽ പോയി അവരെ കാണുകയും അവർക്ക് എന്നിലാൽ കഴിയുന്ന ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ദൈവത്തോട് ഒത്തിരി കൂടുതൽ അടുക്കുവാനും ദൈവമാതാവിനോട് പ്രാർത്ഥിക്കുവാനും ജപമാലയൊക്കെ ചെല്ലാനും ഒക്കെ കൂടുതൽ എനിക്ക് അത് താല്പര്യമായി. അതുപോലെ തന്നെ എനിക്ക് എന്ത് പ്രയാസമുണ്ടായാലും പെട്ടെന്ന് എനിക്കൊരു സങ്കടം വരുന്ന ആളായിരുന്നു. ഇപ്പം എനിക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ വന്നെങ്കിലും എനിക്ക് ഒരു വിഷമവുമില്ല. അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. യെശയ്യാ 30, 20, 21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അനീഷ സജി എന്ന ഈ സഹോദരി ഇടുക്കിയിൽ നിന്ന് വരുന്ന മകൾ 2 സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ആദ്യത്തേത് തൈറോയിഡിൻ്റെ ഓപ്പറേഷന് ശേഷം ലഭിക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ അതിലെ ക്യാൻസറസ് സാധ്യതകളാണ് മുഴുവനും രേഖപ്പെടുത്തിയിരുന്നത്. അങ്ങനെയാണ് മകൾ അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ട ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചു തുടങ്ങുന്നത്. ഉടമ്പടി പുതുക്കുവാൻ ഇവിടെ വരുമ്പോൾ ജോസഫച്ചനെ കണ്ട് തൈലം ഉടമ്പടി സൈത്ത് പൂശി പ്രത്യേകമാംവിധം അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, ഞാൻ ആ നാളുകളിലൊക്കെയും എൻ്റെ ഓരോ ദിവസവും ഞാൻ കൂടുതൽ പ്രത്യാശയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
ശാരീരികമായ വൈയായികകൾ ഉണ്ടെങ്കിലും ഏറെ ആദ്യപിടിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടെങ്കിലും എനിക്കൊരിക്കലും അതൊന്നും സങ്കടപ്പെടുത്തുന്നതോ നിരാശപ്പെടുത്തുന്നതോ ആയിരുന്നില്ല. കാരണം അമ്മയുടെ കരങ്ങളിലേക്കൊരു കാര്യം കൊടുത്താൽ അമ്മ എന്നെ കൂടെ നിന്ന് സഹായിക്കും എന്നെനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അച്ഛനെ ജോസഫ് അച്ഛനെ കണ്ട് അത് പ്രാർത്ഥിക്കുമ്പോഴും അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് തിരികെ വിട്ടപ്പോൾ മറ്റു രോഗാവസ്ഥകളൊന്നുമില്ല, ഇത് സൗഖ്യപ്പെടുത്തുവാൻ അമ്മ ആഗ്രഹിക്കുകയും തിരുക്കുമാരൻ എനിക്കത് സൗഖ്യപ്പെടുത്തി നൽകുകയും ചെയ്യുമെന്ന ബോധ്യത്തിലാണ് ഞാൻ ഇവിടുന്ന് തിരികെ പോയത്. പിന്നീട് കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന സ്കാനിങ്ങിൽ ആ റിപ്പോർട്ട് പൂർണ്ണമായും രോഗം സൗഖ്യപ്പെട്ടതായ റിപ്പോർട്ടാണ് മകൾക്ക് ലഭിക്കുന്നത്. അതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. എൻ്റെ കുടുംബം ഏറെ ആകുലപ്പെട്ട നാളുകളിലും പരിശുദ്ധമ്മയിൽ ഞാൻ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ഏതൊരു വലിയ രോഗത്തെയും ഏതൊരു വലിയ ജീവിത പ്രശ്നത്തെയും എൻ്റെ കൂടെ നിന്ന് എനിക്ക് സൗഖ്യം പകരുവാൻ അമ്മയിലൂടെ ഈശോയ്ക്ക് സാധിക്കുമെന്നറിയാമെന്നതുകൊണ്ട് ഞാനതിൽ ശരണപ്പെട്ടു. ഞാൻ ആ പ്രത്യാശയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. ഞാൻ ക്ലേശങ്ങളേറെ അനുഭവിച്ചുവെങ്കിലും ഇന്നെനിക്ക് അത് സംരക്ഷണമായി, സൗഖ്യമായി, അനുഗ്രഹമായെന്ന്. രണ്ടാമത്തത് മകൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്. ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വന്നപ്പോഴാണ് താലിമാല നഷ്ടപ്പെട്ടത്. എവിടെ പോയെന്ന ഒരു പിടുത്തവുമില്ല. ആകെ ആകുലപ്പെട്ട് പാതുപടിയിൽ തിരികെ പോകാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോഴും സഹോദരി പറയുന്നുണ്ട്, നമ്മൾ കൃപാസന മാതാവിൻ്റെ ഇടത്തേക്കാണ് വരുന്നത്, അതുകൊണ്ട് ഒരു കാരണവശാലും തിരികെ പോവില്ല. അമ്മയുടെ അരികിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ച് ഈ നിയോഗം കൂടി സമർപ്പിച്ച് നമ്മൾ തിരികെ പോകുമെന്ന്. അങ്ങനെ മകൾ പറയുന്നുണ്ട്, 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഭവനത്തിലെത്തുന്നത്. റോഡരികിലുള്ള വീടാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി പേർ അതിലൂടെ സഞ്ചരിക്കുന്ന ഇടമാണ്. ഞങ്ങൾ തിരികെ ചെന്ന് കയറുമ്പോൾ വീടിൻ്റെ ആ മുറ്റത്ത് തന്നെ താലിമാല കിടക്കുന്നതാണ് കാണുന്നത്. കഴുത്തിൽ നിന്ന് എങ്ങനെയോ കൊഴുത്ത് തെറ്റി വീണതാണത്. മകൾ പറയുന്നുണ്ട്, നഷ്ടപ്പെടുവാൻ ഏറെ സാധ്യത ഉണ്ടായിരുന്നിട്ടും അത് നഷ്ടപ്പെടുത്താതെ എൻ്റെ നിയോഗത്തെ ഏറ്റെടുത്തമ്മ അത് വേഗത്തിൽ സുരക്ഷിതമായി എൻ്റെ കരങ്ങളിൽ എത്തിച്ചു തന്നതിനെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നുവെന്ന. പ്രിയമുള്ളവരെ, നമ്മൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉരച്ചു നോക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ ബലമാണ്. ഉരച്ചു നോക്കപ്പെടുന്നത് ഈ ഉടമ്പടിയിൽ നമുക്കുള്ള വിശ്വസ്തതയാണ്. അത് ഏതെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ പതറിപ്പോകുവാനുള്ളതല്ല, അത് പരിഭ്രാന്തിയോടുകൂടി ദൈവത്തെപ്പോലും വിട്ടുപേക്ഷിച്ച് ഓടുവാനുള്ളതല്ല. മറിച്ച് ഏതു വലിയ വിഷയത്തിനും എൻ്റെ അമ്മ മാതാവും ഈശോനാഥനും എനിക്ക് വേണ്ടി നിന്ന് പരിഹാരമുണ്ടാക്കുമെന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള വഴിയായിത്തീരും. ഈ മകൾക്ക് ലഭിച്ച ഈ 2 അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.